ആരോപണങ്ങളിൽ വിശദീകരണവുമായി പി.വി. അൻവർ എം.എൽ.എ. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിച്ചുവെന്നും ആരോപണങ്ങളിൽ ഉന്നയിച്ച എല്ലാ വിവരങ്ങളുടെയും തെളിവുകൾ കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം അവസാനിച്ചു. ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇനി പരാതിയിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും അന്വേഷണം നടക്കുമെന്നുമാണ് എന്റെ പ്രതീക്ഷയെന്നും പി.വി. അൻവർ പറഞ്ഞു. ADGP M.R. അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ്. കേരളത്തിലെ ഒരു വിഭാഗം പോലീസിന്റെ പെരുമാറ്റം സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാവുന്നുവെന്ന് പറയുക മാത്രമാണ് ഞാൻ ചെയ്തതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന്റെ പങ്കുണ്ടെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പൂരം അലങ്കോലമാക്കിയത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ എം.എൽ.എ. നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളാണ് പൂരം കലക്കിയതിന് പിന്നിൽ. നേതൃത്വം കൊടുത്തത് ആരായാലും പുറത്തു വരണം. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. സംഭവത്തിൽ ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊച്ചിയിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്ന് രാഹുൽ ആരോപിച്ചു. 2023 മെയ്യിലാണ് നവീകരണത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചത്. ഈ ടെൻഡർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാർ ഉണ്ടാകുകയായിരുന്നു. സ്പോർട്സ് കൗൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയായിരുന്നു. സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകരാണ് P. ശശിയും മകനുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും ഇനി മുതൽ MBBS പഠിക്കാം. ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് പുതിയ അധ്യയന വർഷം മുതൽ ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അധ്യാപനം, പഠനം, മൂല്യനിർണ്ണയം എന്നിവ പ്രാദേശിക ഭാഷകളിലും ചെയ്യാമെന്നാണ് നിർദ്ദേശം. ഇംഗ്ലീഷിൽ മാത്രമേ MBBS പഠനം നടത്താവൂ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നയം. ഇംഗ്ലീഷിനു പുറമെ മലയാളം, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്ത്, കന്നഡ, മറാഠി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ ഇനി MBBS പഠിക്കാനാകും. സംസ്ഥാന സർക്കാർ കൊള്ളസംഘമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരുടെ കൂടാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും അദ്ദേഹം വിമർശിച്ചു. എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രിക്ക് നേരെയാണ്. ദുർബലനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമെങ്കിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തുകയെങ്കിലും വേണം. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച നടന്നതായാണ് സൂചന. വിനേഷ് ഫോഗട്ടിന് പുറമെ ലോക്സഭാംഗമായ കുമാരി സെൽജിയെയും രാജ്യസഭാംഗം രൺദീപ് സിംഗ് സുർജേവാലയെയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട്. യോഗത്തിൽ 34 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലെത്തിയിരിക്കുന്നത്. പാപ്പനംകോട് പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടായതിൽ ദുരൂഹത. ഓഫീസിലെ ജീവനക്കാരി വൈഷ്ണവിക്കൊപ്പം മരിച്ചത് പുരുഷനാണെന്ന് സ്ഥിരീകരിച്ചതിന്റെ പിന്നാലെയാണ് ദുരൂഹത ഉയർന്നത്. വൈഷ്ണവിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മുൻപ് ഭർത്താവ് ബിനു ഓഫീസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു. പിന്നാലെ ബിനുവിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. ഒരു ദിവസത്തിൽ സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. പാകിസ്ഥാനെതിരെ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലും ആധികാരിക ജയവുമായി ചരിത്ര നേട്ടം സ്വന്തമാക്കി ബംഗ്ലാദേശ്. 2ാം ടെസ്റ്റിൽ 4ാം ഇന്നിംഗ്സിൽ 185 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 40 റൺസ് എടുത്ത ഓപ്പണർ സക്കീർ ഹസനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ.